ശാസ്ത്രക്കാഴ്ചയുടെ പേരും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എന്താണ് ഇതുപോലെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള പൈസ കൊണ്ട് പള്ളിക്ക് കൊടുക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ ചിന്തിക്കാനുള്ള വിവേകമൊന്നുമില്ലേ? ഒരു കോപ്പം വരാമുള്ള ശാസ്ത്രക്കാഴ്ച പൈസ ഇട്ടില്ല എന്ന് കരുതിയിട്ട്. ദൈവത്തിന് ആവശ്യം നിങ്ങളുടെ ഹൃദയമാണ്. അത് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാണ്ട് ഇരിക്കുന്നവർ, വഴിയോർത്തിരിക്കുന്ന കുറെ പേരുണ്ട് ഇല്ലേ, കൈയും കാലില്ലാത്തവർ കുറെ പേര്, കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്നവര്, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ഗ്ലാസ് ചായ മേടിച്ച് കുടിക്കുക, ഒരു നേരത്തെ ഫുഡ് കൊടുക്കുകയും ചെയ്യും. ഇത് 500 രൂപയ്ക്കാണ് ഓരോരുത്തർ ശാസ്ത്ര കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്നത്. നിങ്ങൾ തലയ്ക്കുന്ന മെന്റൽ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ആവശ്യമുള്ളവര് പള്ളിക്ക് എത്ര കൊടുത്തിട്ട് തെയ്യാണെങ്കിൽ പണിയെടുത്ത് ജീവിക്കും. നിങ്ങൾ അച്ഛന്മാർ എന്തിനിരിക്കുകയാണ്? നിങ്ങൾ പണിയെടുത്ത് ജീവിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെ പണിയിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത്. ഓരോ പുണ്യാളന്മാരുടെ തിരുനാളിനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അതിനും പൈസ വരാം. എന്നിട്ട് തികയുന്നില്ല, തികയില്ല, ഇങ്ങോട്ട് തായോ ഇത് തന്നെ പരിപാടി. കവറിട്ട് കൊടുക്കുന്നു, അങ്ങനെ ഇട്ട് കൊടുക്കുന്നു, നേരിട്ട് കൊണ്ട കൊടുക്കുന്നു. ഇത് എന്താണ് ഇത്? കച്ചവടമാക്കാണ്, ദൈവത്തിന് വിറ്റ് കാശാക്കാണ് ഇവര്. അവിടെ എന്നും ദൈവം ഇരിക്കത്തില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും അവിടെ എന്താണ്, നിങ്ങൾ നരകത്തിൽ പോകും, മറ്റാണ് മറിച്ചാണ്. നിങ്ങൾ കുറെ നാളെ ഈ സ്വർഗത്തിന്റെ നരകത്തിന്റെ പരിപാടി ജനങ്ങളെ പിഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ജനങ്ങളിത് മനസ്സിലാക്കത്തില്ല. ഇനി വരുന്ന തലമുറ എങ്കിലും വഴിവഴിച്ച് പോകാതിരിക്കട്ടെ. അതിന്റെ പേരിൽ കുറെ ജ്ഞാനക്കോണാച്ചികളുണ്ട്, പിന്നെ വേറെ കൗൺസിലിംഗ് കോണാച്ചികളുണ്ട്. അതിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിക്കുക. അത് കഴിക്കാൻ പല, ഇത് കഴിക്കാൻ പറ്റും, മറ്റുള്ളവർ വാങ്ങിച്ച് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അരവണ കഴിക്കരുത്. അരവണ കഴിച്ചെന്താ വൈകിന്ന് പോകത്തില്ലേ? അറിയാൻ വേണ്ടി കഴിക്കുക. ഒരു പ്രളയം എന്തായാലും ഒരു ആവശ്യം വരട്ടെ, അന്നേരമൊക്കെ അപ്പ ജാതി മതമില്ലല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവിടത്തെ മിണ്ടരുത് ഇവിടത്തെ മിണ്ടരുത്, ലവ് ജിഹാദ് മറ്റത് വാങ്ങാത്തൊലി, അതൊന്നും ഒരു കുഴപ്പമില്ല. വേണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കയറ്റാണ് മനുഷ്യന്റെ മനസ്സിലോട്ട് വൈറസ് കയറ്റുന്ന പോലെ. പണ്ടൊക്കെ മതങ്ങൾ ഉണ്ടായിരുന്നത് കുറച്ച് റഫ് ആവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പറയണത് പണ്ടൊക്കെ മതങ്ങൾ ഉണ്ടായിരുന്നത് മനുഷ്യൻ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം മനുഷ്യർ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യനാകൂ, അതിലെ കാര്യമുള്ളൂ. ഇത് കുറെ ഈ ജാതിയുടെ മതം പേരും പറഞ്ഞിട്ട് അരമണം കഴിച്ചത് എന്താ ഉണ്ടാവുമ്പോൾ സത്തു പോകൂ. ഏതെങ്കിലും ഒരു ഹിന്ദുവോ മുസ്ലിമോ വന്നിട്ട് ഒരു കവറിട്ട് നല്ലൊരു പൈസ കൊണ്ട് ഒരു തുക കൊടുക്കുകയാണെങ്കിൽ അപ്പ ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. അയ്യോ, ഭയങ്കര ഷോയാ. ഈ സെമിനാറിലൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട്, അവർക്കൊക്കെ വേറൊരു ഫുഡ്, ഈ തലപ്പത്തിരിക്കുന്നവർക്ക് വേറൊരു ഫുഡ്. ഇതെന്തൊരു വിരോധാഭാസം ഇത്? ഓരോ മാതിരി പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്തായാലും പറയുമ്പോഴത്തേക്ക് അപ്പ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പേരും പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ പേടിപ്പിക്കും. ഇപ്പൊ എന്റെ മമ്മിയുടെ ഒക്കെ ആ തലമുറയിലുള്ളവരൊന്നും പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല. കാരണം അവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കാണ്. അയ്യോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്. ഓ, എന്താണെന്നറിയാമോ, എന്താ ആളാന്നറിയാമോ? എടാ, നീ ഒന്നും പഠിപ്പിച്ചിട്ടൊന്നും വേണ്ട ദൈവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ദൈവം ആരാണ് എന്താണെന്നുള്ളത്. എന്നിട്ട് ഈ കുറെ ധ്യാനത്തിന്റെ വരുമ്പോണ്ട് അതും പിരിവ്, ഇതൊക്കെ പോണേനൊക്കെ തലയ്ക്ക് മെന്റലാന്ന് പറയും. ഇല്ലാത്ത മെന്റൽ ഉണ്ടാവത്തേ ഉള്ളൂ. കുറെ കൗൺസിലിംഗ് കോണാച്ചികളുണ്ട്. ഓ, അങ്ങ് വന്നു കയറിയപ്പോ തന്നെ പരിശുദ്ധാത്മാവങ്ങ് വെളിപാട് കൊടുത്തു. എന്ത് തേങ്ങാക്കൊല കൊടുത്തത്? പണിയെടുത്ത് ജീവിക്കണപ്പാ. എന്ത് നാട്ടുകാരെ പറ്റിച്ചാണ് ജീവിക്കുന്നത്. ഓരോ ഭക്തിയും കുത്തിയും കൊണ്ട് ഇറങ്ങിയേക്കണ്. ഓരോ പുണ്യാളമ്മേന്റെ പറഞ്ഞുകൊണ്ടും തട്ടിപ്പ് നടത്തുന്നുണ്ട്. പുണ്യാളുടെ മോതിരത്തിന് ഇത്, എണ്ണക്കിത്, വടി, കുന്തം, കുറുവടി, കുടച്ചക്രം, എല്ലാത്തിനും വെടി കൂടി, എല്ലാത്തിനും ഇത് തന്നെ. എന്നൊക്കെ എല്ലാത്തിനും പിടിച്ച് ജയിലിടാനുണ്ട്. പനിപ്പരുന്നാന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തണ്ടെന്നൊന്നും ആരും പറയുന്നില്ല, നടത്തണം. പക്ഷെ അതിന്റെയൊക്കെ പേരില് എന്തോ ഇലക്ട്രിസിറ്റി പഴക്കി കളയുന്നത് ഗവൺമെന്റിന്റെ കൂത്തുമറിയൽ, തലകുത്തിമറിയൽ, വെടിക്കെട്ട്, എന്താണ് കോട്ടൻ ചക്ക, ഏതാണ്ട് തേങ്ങാക്കൊല, ഇതിന്റെയൊക്കെ പേരില് ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി പഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനും ആളുകളുണ്ട് തുള്ളാനിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അയ്യോ അച്ഛന്മാരെന്താണെന്നറിയാവോ, ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും എന്താ പറയുക, ദൈവം ഇരിക്കത്തൊന്നുമില്ല. ദൈവത്തിനെ അറിയണമെങ്കിൽ നമ്മൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക, ആ വചനം ധ്യാനിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇത് യേശുക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുകയാണ്, മാതാവിനെ വിറ്റ് ജീവിക്കുകയാണ്, പുണ്യാളമ്പന്റെ പേരിൽ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാതാവും പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാതിരിക്കത്തില്ല. നമ്മുടെ ജനങ്ങള് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള തീറ്റിപ്പോറ്റുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ഇവിടെയുണ്ട്, കാനഡയിലുണ്ട് കുറെ എണ്ണങ്ങൾ. മലയാളത്തിൽ കുർബാന കേട്ടില്ലെങ്കിൽ മലയാളം പല്ലാണ്ട് അയ്യോ വയറ്റിന്ന് പോകത്തില്ലേ, എന്ത് ചെയ്യാനാ, എന്തൊരു കഷ്ടാ. എന്നിട്ട് ആ പേര് കൊണ്ട് ഇവിടെയുണ്ട് കുറച്ചന്മാര്. നമ്മുടെ $1000 $1500 വെച്ചിട്ട് ഇങ്ങനെ പിരിക്കാൻ വേണ്ടിയിട്ടും തവണകളായിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ കുട്ടിയുടെ ബാപ്റ്റൈസേഷൻ അവിടെ നടത്തണമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് വെപ്പണം, ഇവിടെ നിന്ന് വെപ്പണം, മറ്റേ വെപ്പണം, മറിച്ച് വെപ്പണം, ഇതെല്ലാം ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് നടത്താൻ വില്ലിങ്ങല്ല. എന്നിട്ട് ആ ഫ്രണ്ടിന്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞു ഒരു കവറിലിട്ട് ഒരു 25,000 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഏറ്റു. അതുപോലെ തന്നെ ചെയ്തു. അപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ ചൂഷണമല്ലേ ഇതൊക്കെ? മറ്റുള്ളവനെ പറ്റിച്ച് ജീവിക്കുക, അതായത് പാണിയെടുത്ത് തിന്നടാപ്പാ. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാണ്ട് ഇങ്ങനെയുള്ള അതിനൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, എന്താ ചെയ്യണ്ടെന്നുള്ള അറിയത്തില്ല.
നാട്ടുകാരെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, നന്നാവത്തില്ല ഒരെണ്ണം. ഇങ്ങനെ മതം പൊക്കിപ്പിടിച്ചൊന്നും നടക്കില്ല. മതവും കൊതവും ഒന്നുമില്ല. ദൈവത്തിന് മതവും കൊതവൊന്നുമില്ല. ഈ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് വന്നാലും അദ്ദേഹത്തിന് അരവണ കൊടുത്ത് അദ്ദേഹം തിന്നും. മതവും കൊതവും അങ്ങനെ പൊക്കിയിരിക്കുന്ന കൊതം പൊക്കിയിരിക്കത്തേ ഉള്ളൂ മൊണ്ണകള്.